സ്നേഹിതരെ, സദൃശവാക്യ പുസ്തകത്തിൻ്റെ തുടർച്ചയായ പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നാം ഇന്ന് സദൃശവാക്യങ്ങൾ 15-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം: മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, കഠിനവാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. കോപവും വാക്കുകളും തമ്മിലുള്ള ബന്ധം ശ്രദ്ധേയമായ ഒരു ബന്ധമാണ്. പലപ്പോഴും കോപത്തിനും ക്രോധത്തിനും കാരണമാകുന്നത് നാം ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ആലോചിക്കാതെ, ശ്രദ്ധിക്കാതെ ഉപയോഗിക്കുന്ന വാക്കുകൾ, ചിലപ്പോൾ ആലോചിച്ച് ഉറപ്പിച്ച് ഉപയോഗിക്കുന്ന വാക്കുകൾ, അവ കോപത്തെ തീക്കനലിൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്നത് പോലെ കത്തിക്കുവാനും വെള്ളമൊഴിച്ച് അണയ്ക്കുന്നത് പോലെ അണയ്ക്കുവാനും ശക്തിയുള്ള വാക്കുകൾ. വാക്കുകളുടെ ശക്തിയെക്കുറിച്ച് സദൃശവാക്യത്തിൽ പലയാവർത്തി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിലൊന്നാണ് മൃദുവായ ഉത്തരങ്ങൾ കോപത്തെ ശമിപ്പിക്കുന്നുവെന്നതും കഠിനവാക്ക് കോപത്തെ ജ്വലിപ്പിക്കുന്നു എന്നതും. വാക്കുകളുടെ ശക്തി പറഞ്ഞറിയിക്കുവാൻ കഴിയാതെ വണ്ണം അവഗാഹമായതാണ്. ഒരൊറ്റ വാക്ക് അത് ഇരുവായ്ത്തലയുള്ള വാളുപോലെ കീറിമുറിക്കുവാൻ ശക്തിയുള്ളതാണ്, തകർത്തെറിയുവാൻ ശക്തിയുള്ളതാണ്. ഏത് ശക്തമായ പർവ്വതത്തിനു മധ്യേയും തുരങ്കങ്ങൾ തീർക്കുവാൻ പ്രാപ്തിയുള്ളതാണ് വാക്കുകൾ. അതുപോലെ തന്നെ മറ്റൊരു വാക്ക് അത് തളർന്ന മനസ്സുകൾക്ക് ശക്തി പകരുവാനും തകർന്നുപോയവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാനും മുറിവുകൾ ഉണ്ടാകുമ്പോൾ ശീതളമായ സ്പർശത്താൽ ആ മുറിവുകൾക്ക് പരിഹാരമുണ്ടാക്കുവാനും കഴിയുന്നവയാണ് വാക്കുകൾ. പടയൊരുക്കത്തിനും വിളയൊരുക്കലിനും വാക്കുകൾക്ക് കഴിയും. അതുകൊണ്ട് തന്നെയാണ് ചിന്തിച്ചു മാത്രം ഉത്തരം പറയണമെന്നും ചിന്തിച്ചു മാത്രം വാക്കുകൾ ഉപയോഗിക്കണമെന്നും നമ്മോട് സദൃശവാക്യക്കാരൻ ഓർമ്മപ്പെടുത്തുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ പലതരത്തിലുള്ള ഉത്തരങ്ങൾ നമുക്ക് പറയുവാനായിട്ട് കഴിയും. മൃദുവായ ഉത്തരത്തിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ മുന്നിലുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. മൃദുവായ ഉത്തരം ഏതൊരു പശ്ചാത്തലത്തിലും ഏതൊരു സാഹചര്യത്തിലും ശാന്തമായ ഉത്തരം, ദയ നിറഞ്ഞ ഉത്തരം, സമാധാനത്തോടു കൂടിയുള്ള ഉത്തരം, അത് ഏത് സംഘർഷങ്ങളെയും അയവുള്ളതാക്കി മാറ്റുവാനും പരസ്പരം മനസ്സിലാക്കലിന് ഉതകുന്നതായി മാറ്റുവാനും സമാധാനം സ്ഥാപിക്കുവാനും കഴിയുന്ന അനുഭവമാണ്. എന്നാൽ മൃദുവായ ഉത്തരം അല്ലാതെ ഒരു സാഹചര്യത്തിൽ എന്തെല്ലാം ഉത്തരങ്ങൾ സാധ്യമാണ് എന്നും നാം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സദൃശവാക്യക്കാരൻ പറയുന്നത് കഠിനവാക്കിനെ കുറിച്ചാണ്. വാക്കുകൾ ചിലപ്പോൾ കഠിനമാകാം, അതിനർത്ഥം മുനയുള്ളതാകാം, മൂർച്ചയുള്ളതാകാം. വാക്കുകൾ ആക്രമണ സ്വഭാവം ഉള്ളതായി മാറാം, സ്വഭാവ ഹത്യ നടത്തുന്ന അനുഭവമായി മാറാം, വിമർശനാത്മകമായി മാറാം. അത് ക്രിയാത്മക വിമർശനവും നശീകരണ വിമർശനവും ആയി മാറാം. അതുകൊണ്ട് തന്നെ വാക്കുകളുടെ ശക്തി നാം പ്രത്യേകം ശ്രദ്ധിക്കണം. മൃദുവായ ഉത്തരം എന്ന് പറയുന്നത് പോലെ തന്നെ ചിലപ്പോൾ ഉത്തരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഉത്തരവും നിരുത്സാഹപ്പെടുത്തുന്ന ഉത്തരവുമായി മാറാം. പ്രോത്സാഹിപ്പിക്കുന്ന ഉത്തരം കോപത്തെ ശമിപ്പിക്കുമ്പോൾ നിരുത്സാഹപ്പെടുത്തുന്ന ഉത്തരങ്ങൾ
പലപ്പോഴും കോപത്തിനും ബന്ധങ്ങളുടെ ശിഥിലീകരണത്തിനും കാരണമാകുന്നു. വാക്കുകൾ അത് ഏത് പ്രത്യേക സാഹചര്യത്തിൽ തളർന്നിരിക്കുന്ന ഒരാളെ ശക്തിപ്പെടുത്തുന്നതും പിന്തുണ ഏകുന്നതും അനുഭവങ്ങൾ പങ്കുവെക്കുന്നതുമായ യാഥാർത്ഥ്യമായി മാറാം. സാധ്യമായ മറ്റൊരു ഉത്തരം അവഗണിക്കുന്ന ഉത്തരമാണ്. എവിടെയാണ് കോപമുണ്ടാകുന്നത്? നാം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരോടാണോ നാം സംസാരിക്കുന്നത് ആ വ്യക്തി നമ്മുടെ അഭിപ്രായത്തെ, നമ്മുടെ സ്വാധീനത്തെ അവഗണിച്ചുകൊണ്ട് നീങ്ങുന്ന അനുഭവം, ശ്രദ്ധിക്കാതെ പോകുന്ന അനുഭവം, അതും കഠിനവാക്കിന് തതുല്യമായ ഒരനുഭവമാണ്. ഒരു വ്യക്തിയുടെ അസ്തിത്വത്തെ പോലും അവഗണിക്കുമ്പോൾ അവിടെ നിരാശ സൃഷ്ടിക്കപ്പെടുന്നു. മറ്റുള്ളവർ നമ്മിൽ നിന്ന് അകന്നു പോകുന്നു. സഹാനുഭൂതിയുടെ അനുഭവം ഇല്ലാതെ ആയി മാറുന്നു. ഉത്തരങ്ങൾ ചിലപ്പോൾ അനുകമ്പയുള്ളതായി മാറാം, ചിലപ്പോൾ യാതൊരു തരത്തിലുള്ള അനുകമ്പയും ഇല്ലാത്തതായി മാറാം. ധാരണയും അനുകമ്പയും മൃദുവായ ഉത്തരത്തിന് കാരണമായി മാറുന്നു. ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ, ആ വ്യക്തിയുടെ സാഹചര്യങ്ങളെക്കുറിച്ച് ധാരണയുണ്ടാകുവാൻ, ഏത് പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ആ വ്യക്തി സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ഉത്തരങ്ങൾ പലപ്പോഴും മൃദുവായതായി മാറുന്നത്. അത് നമ്മുടെ സാഹചര്യത്തെ, നമ്മുടെ വ്യക്തിത്വത്തെ, നമ്മുടെ അസ്തിത്വത്തെ തന്നെ നിർണയിക്കുവാൻ ശക്തിയുള്ളതാണ്. അത്തരത്തിലുള്ള സംഭാഷണങ്ങൾ എപ്പോഴും വിശ്വാസം വളർത്തുന്ന സംഭാഷണങ്ങളാണ്. ബന്ധങ്ങളെ ആഴമുള്ളതാക്കി മാറ്റുന്ന സംഭാഷണങ്ങളാണ്. മൃദുവായ വാക്കും കഠിനവാക്കും തമ്മിൽ ബന്ധങ്ങളുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. മൃദുവായി സംസാരിക്കുന്ന ഒരാൾ, മൃദുവാക്കു പറയുന്ന ഒരാൾ, മറ്റൊരാളെ മാനിക്കുന്ന ഒരാൾ, മറ്റൊരാളുടെ അസ്തിത്വത്തെ ബഹുമാനിക്കുന്ന ഒരാൾ, ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധങ്ങൾ പലപ്പോഴും ഊഷ്മളമായതായിരിക്കും. എന്നാൽ മറ്റുള്ളവരോട് അനുകമ്പയില്ലാതെ ഇടപെടുന്ന ഒരാൾ, അനുകമ്പയില്ലാതെ ഉത്തരം പറയുന്ന ഒരാൾ, ആശ്വസിപ്പിക്കുവാൻ കഴിയാതിരിക്കുന്ന ഒരാൾ, അവരുമായിട്ടുള്ള ബന്ധങ്ങൾ ആടി ഉലയുന്നതായിരിക്കും. ഏതു തരത്തിലുള്ള ഉത്തരങ്ങളാണ് കോപത്തെ ജ്വലിപ്പിക്കുന്നതും കോപത്തെ ശമിപ്പിക്കുന്നതുമെന്ന ചോദ്യം വീണ്ടും ജ്ഞാനിയായ സദൃശവാക്യക്കാരനോട് ചേർന്ന് നാം ചോദിക്കുമ്പോൾ ചിലരുടെ ഉത്തരങ്ങൾ പലപ്പോഴും പരിഹാസം നിറഞ്ഞതായി തീരുന്നതായി നമുക്കറിയാൻ കഴിയും. വളരെ പുച്ഛഭാവത്തോടുകൂടിയുള്ള പ്രതികരണങ്ങൾ, പരിഹാസത്തോടുകൂടിയുള്ള പ്രതികരണങ്ങൾ, പരിഹാസത്തോടുകൂടിയുള്ള പ്രതികരണങ്ങളോടൊപ്പം തന്നെ പലപ്പോഴും കുറ്റപ്പെടുത്തലിൻ്റെ അനുഭവങ്ങൾ, അവ പിരിമുറുക്കത്തെ ശക്തിപ്പെടുത്തുന്നു. അനാവശ്യമായ കുറ്റപ്പെടുത്തലുകൾ ആർക്കും ഇഷ്ടമില്ല എന്ന് നമുക്കറിയാമായിരുന്നിട്ടും പലപ്പോഴും കോപത്തെ ജ്വലിപ്പിക്കുന്നത്, കോപത്തെ ഉദ്ദീപിപ്പിക്കുന്നത് ഈ അനാവശ്യമായ പരിഹാസവും കുറ്റപ്പെടുത്തലുമാണ് എന്ന് നാം തിരിച്ചറിയണം. ചിലപ്പോൾ ഉത്തരങ്ങൾ നിഷ്കളങ്കമായിരിക്കും, നിഷ്പക്ഷമായിരിക്കും. മറ്റു ചിലപ്പോഴാകട്ടെ അത് കളങ്കിതമായിരിക്കും, നിഷ്പക്ഷമല്ലാത്തതായിരിക്കും. ഉത്തരങ്ങൾ വിവേചനരഹിതമാണെങ്കിൽ, വസ്തുനിഷ്ഠയ്ക്ക് അനുസൃതമായതാണെങ്കിൽ പലപ്പോഴും ആ ഉത്തരങ്ങൾ കോപം ഉണ്ടാക്കുകയില്ല. അവ സംഘർഷത്തെ ഒഴിവാക്കുകയും വൈകാരിക ഊഷ്മളത സാധ്യമാക്കുകയും ചെയ്യും. എന്നാൽ അത്തരത്തിലല്ലാത്ത ഉത്തരങ്ങൾ, വ്യക്തമായ ദുരുദ്ദേശത്തോടുകൂടിയുള്ള ഉത്തരങ്ങൾ, സതുദ്ദേശങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഉത്തരങ്ങൾ പലപ്പോഴും ബന്ധങ്ങളെ തകർക്കുന്ന കോപത്തിലേക്ക് വഴിതെളിക്കാറുണ്ട്. ചില അവസരങ്ങളിൽ ഉത്തരങ്ങൾ പ്രതിരോധപരമായി മാറും. അത് രണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ഒരു ഉപദേശം ആണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ ആ ഉപദേശത്തോടുള്ള പ്രതികരണം അത് ന്യായീകരണത്തിൻ്റെ അനുഭവമാണെങ്കിലോ, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോഴും ആ തെറ്റുകൾ അംഗീകരിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിലോ അവിടെ ഇരുവശത്തും കോപം ഉണ്ടാകുന്നു.
കുറ്റപ്പെടുത്തലുകളിലേക്ക് അത് വഴിതെളിക്കുകയും ചെയ്യുന്നു. വാക്കുകളുടെ പ്രാധാന്യം ഉത്തരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ വ്യക്തത തേടുവാൻ, ധാരണ പൂർണ്ണമാക്കുവാൻ അന്വേഷകാത്മകമായ ഉത്തരങ്ങൾ പലപ്പോഴും സഹായിക്കാറുണ്ട്. എന്നാൽ കോപത്തെ ഇല്ലാതാക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഉത്തരം, ചിന്തിച്ചുള്ള ഉത്തരം, അത് ബുദ്ധിപരമായ ജ്ഞാനം നിറഞ്ഞ ഉത്തരമാണ്. വാക്കുകൾ നാം ഉപയോഗിക്കുന്നതിന് മുമ്പ് രണ്ടാമതായി ആലോചിക്കുക, കഴിയുമെങ്കിൽ മൂന്നാമതൊന്നുകൂടി ആലോചിക്കുക, എന്നിട്ട് മാത്രം വാക്കുകൾ ഉപയോഗിക്കുക എന്ന് പറയുന്നതിൻ്റെ സാരാംശം അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അളന്ന് കുറിച്ച് തിട്ടപ്പെടുത്തിയ വാക്കുകൾ, ആരെയും വേദനിപ്പിക്കാത്ത വാക്കുകൾ, ആരെയും മുറിപ്പെടുത്താത്ത വാക്കുകൾ, അവയാണ് കോപത്തെ ശമിപ്പിക്കുന്ന വാക്കുകൾ. ആ വാക്കുകൾക്ക് അവഗാഹമായ ഉൾക്കാഴ്ചകൾ ഉണ്ടായിരിക്കും എന്ന് നാം ശ്രദ്ധിക്കണം. മൃദുവായ ഉത്തരം കോപത്തെ ശമിപ്പിക്കുന്നത് എങ്ങനെയാണ്? മൃദുവായ ഉത്തരം പലപ്പോഴും പ്രക്ഷുബ്ധമായ ഏതൊരു സാഹചര്യത്തെയും ശാന്തമാക്കുവാൻ കഴിയുന്ന അനുഭവമാണ്. ആ പ്രക്ഷുബ്ധതയെ വർദ്ധിപ്പിക്കുന്നതിന് പകരം ആ പ്രക്ഷുബ്ധതയ്ക്ക് ശമനമുണ്ടാക്കുവാൻ, ശാന്തതയുണ്ടാക്കുവാൻ വാക്കുകൾക്ക് കഴിയുന്നു. മൃദുവായ ആശയവിനിമയം പലപ്പോഴും ബഹുമാനമുള്ള വാക്കുകൾ ഉപയോഗിച്ചുള്ളതാണ്. ആ ബഹുമാനമുള്ള വാക്കുകൾ, ആദരവിൻ്റെ വാക്കുകൾ അപരനെ മാനിക്കുന്ന അനുഭവമാണ്, അപരൻ്റെ സാഹചര്യത്തെ അംഗീകരിക്കുന്ന അനുഭവമാണ് എന്ന് നാം തിരിച്ചറിയണം. എങ്ങനെയാണ് മൃദുവായ ഉത്തരം കോപത്തെ ശമിപ്പിക്കുന്നത്? എത്ര കോപത്തിൽ ഒരു വ്യക്തി സംസാരിച്ചാലും ആ കോപത്തോടു കൂടെ തന്നെ പ്രതികരിക്കാതെ പുഞ്ചിരിയോടെ പ്രതികരിപ്പാൻ നമുക്കായാലോ, സമാധാനത്തോടെ പ്രതികരിപ്പാൻ നമുക്കായാലോ, സമചിത്തതയോടെ പ്രതികരിപ്പാൻ നമുക്കായാലോ, ശാന്തതയോടെ പ്രതികരിപ്പാൻ നമുക്കായാലോ, അവരൻ ദേഷ്യപ്പെടുന്നതിൻ്റെ കാരണം എന്ത് എന്ന് മനസ്സിലാക്കുവാനുള്ള ആത്മാർത്ഥ ശ്രമം നമുക്കുണ്ടായാലോ, ദേഷ്യത്തോടുകൂടിയാണെങ്കിലും അവരൻ പറയുന്നത് ശ്രദ്ധ വെച്ച് കേൾക്കുവാൻ, അതിലൊരുപക്ഷെ കാര്യമുണ്ടെങ്കിലോ എന്ന് തിരിച്ചറിയുവാൻ നമുക്കായാലോ, ചിന്തിച്ചു മാത്രം മറുപടി പറയുവാനും ഉത്തരം പറയുവാനും നമുക്ക് കഴിഞ്ഞാലോ, ആ മൃദുവായ ഉത്തരം എത്ര പ്രക്ഷുബ്ധമായ കോപത്തെയും ശാന്തമാക്കുവാൻ പര്യാപ്തമായതാണ് എന്ന് നാം മനസ്സിലാക്കണം. മൃദുവായ ഉത്തരം പലപ്പോഴും പരിഹാരങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കുവാൻ ശ്രമിക്കുന്നതല്ല എന്ന് നാം തിരിച്ചറിയണം. കോപം പല കാരണങ്ങൾ കൊണ്ടാകാം. കോപത്തിനു പിന്നിൽ ഒരുപക്ഷെ ന്യായീകരിക്കാവുന്ന കാരണങ്ങളുമുണ്ടാകാം. ആ സാഹചര്യത്തിലാണ് ഈ കോപത്തോടെ പറയുന്നൊരു വ്യക്തി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധ വച്ച് കേൾക്കുവാൻ, അതിൽ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുകയാണെങ്കിൽ ആ പ്രശ്നങ്ങൾ അംഗീകരിക്കുവാൻ, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ, പരിഹാരം നിർദ്ദേശിക്കുവാൻ കഴിയുന്ന അവസ്ഥകൾ ഉണ്ടാകണമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് അവിടെ അതുകൊണ്ട് തന്നെ കോപത്തെ കോപം കൊണ്ട് തന്നെ എതിരിടാതെ, കോപത്തെ ശാന്തതയോടെ എതിരിടുന്നത് പോലെ തന്നെ കോപത്തെ അനുകമ്പയോടെ എതിരിടുവാൻ നമുക്കായാൽ, അനുകമ്പയുടെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുവാൻ നമുക്ക് കഴിഞ്ഞാൽ, മൃദുവായ ആ ഉത്തരങ്ങൾ സംഘർഷങ്ങളെ ലഘൂകരിക്കുന്നു, സാഹചര്യങ്ങളെ സമാധാനമുള്ളതാക്കി മാറ്റുന്നു, അനുരഞ്ജനത്തിൻ്റെ വഴിയിലേക്ക്, അനുരഞ്ജനത്തിൻ്റെ പന്ഥാവിലേക്ക് അത് വഴി നടത്തപ്പെടുകയും ചെയ്യുന്നു. കോപത്തെ ശമിപ്പിക്കുന്നു എന്ന് പറയുന്നത് പോലെ കഠിനവാക്ക് കോപത്തെ ജ്വലിപ്പിക്കുന്നു എന്ന് പറയുന്നതും
നാം ശ്രദ്ധ വെച്ച് കേൾക്കണം. ദേഷ്യത്തിലിരിക്കുന്ന ഒരാളുടെ ദേഷ്യത്തെ ശാന്തമാക്കുന്നതിനു പകരം ആ ദേഷ്യത്തെ വർദ്ധിപ്പിക്കുവാനായി ശ്രമിക്കുന്ന ഒരുപാട് പേർ, പല രീതിയിൽ അതിന് എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരെ നമുക്കെല്ലാവർക്കും പരിചയമുണ്ട്. എന്താണ് കോപത്തെ ഉദ്ദീപിപ്പിക്കുന്ന വാക്കുകൾ? ഈ കഠിന വാക്കുകൾ എപ്രകാരമുള്ള വാക്കുകളാണ്? അത് കാപഠ്യത്തിൻ്റെ വാക്കുകളാണ്. അത് സ്നേഹമില്ലായ്മയുടെ വാക്കുകളാണ്. അതിനേക്കാൾ ഉപരിയായി അത് അനീതിയുടെ വാക്കുകളാണ്. ഒറ്റുകൊടുക്കലിൻ്റെ വാക്കുകളാണ്. അത് ബഹുമാനം ഇല്ലാത്ത വാക്കുകളാണ്. നിരാശ നിറഞ്ഞ വാക്കുകളാണ്. പ്രതീക്ഷ പകരുവാൻ കഴിയാത്ത വാക്കുകളാണ്. ഒരു വ്യക്തിയുമായിട്ടുള്ള സംഭാഷണത്തിൻ്റെ മധ്യേ കോപം ജ്വലിപ്പിക്കുന്നത് എവിടെയാണ്? താൻ പറയുന്ന കാര്യത്തിലെ അന്തസത്ത എന്തെന്ന് തിരിച്ചറിയുവാനുള്ള ഒരു ചെറിയ ശ്രമം പോലും കേൾക്കുന്നയാളിൽ കാണുന്നില്ല എന്ന് സംസാരിക്കുന്നയാൾക്ക് തോന്നിയാലോ? താൻ പറയുന്നത് കേൾക്കേണ്ടുന്നയാൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നിയാലോ? അവിടെ തീർച്ചയായും കോപം ഉണ്ടാകുന്നു. പിരിമുറുക്കം വാക്കുകളിൽ നിറച്ചു വിടുവാൻ നാം ശ്രമിച്ചാലോ? പിരിമുറുക്കം കോപത്തെ ജ്വലിപ്പിക്കുന്നു. കോപം ജ്വലിപ്പിക്കുന്ന കഠിന വാക്കുകൾ ഏതെല്ലാമാണ് എന്ന ചിന്ത തുടർന്ന് നാം ചിന്തിക്കുമ്പോൾ, ഭയപ്പെടുത്തുന്ന വാക്കുകൾ, കോപത്തോടുകൂടി ഭയപ്പെടുത്തുന്ന അനുഭവത്തിലേക്ക് തിരിഞ്ഞു വരുമ്പോൾ നമ്മുടെ പ്രതികരണങ്ങൾ പലപ്പോഴും പ്രതിരോധത്തിൻ്റെ പ്രതികരണങ്ങൾ കോപത്തെ വർദ്ധിപ്പിക്കുന്നതായി മാറുന്നു. ചിലപ്പോൾ അത് ഭീഷണിയുടെ സ്വരം സ്വീകരിക്കുമ്പോഴോ ഭീഷണിപ്പെടുത്തുന്ന വാക്കുകൾ പല അവസരത്തിലും കോപത്തെ ഉജ്ജ്വലിപ്പിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. പലപ്പോഴും കോപത്തെ ജ്വലിപ്പിക്കുന്ന കഠിന വാക്ക് തെറ്റായ ആശയ പരിരേഷണത്തിൽ നിന്ന് ഉണ്ടാകുന്ന അനുഭവമാണ്. പറയുന്നത് തെറ്റാണ് എന്ന് നമുക്കറിയാം. പറയുന്നത് അനാവശ്യമാണ് എന്ന് നമുക്കറിയാം. പറയുന്നത് ചിന്തിക്കാതെയാണ് എന്ന് നമുക്കറിയാം. പറയുന്നത് സത്യമല്ല എന്ന ബോധ്യം നമുക്കുണ്ട്. എങ്കിലും അത് പറയുവാൻ നാം ശ്രമിക്കുമ്പോഴോ ആ തെറ്റായ വിനിമയം ഏത് കാരണം കൊണ്ടും അപരൻ്റെ സ്വഭാവത്തെ ഹത്യ ചെയ്യുവാൻ, സ്വാർത്ഥ താല്പര്യങ്ങൾക്കും സ്വാർത്ഥ ലാഭത്തിനും വേണ്ടി അപരനെ തേജോവധം ചെയ്യുവാൻ ശ്രമിക്കുമ്പോഴാണ് കഠിന വാക്ക് കോപത്തെ ജ്വലിപ്പിക്കുന്ന അനുഭവമായി മാറുവാൻ സാധ്യമാകുന്നത്. ചിലപ്പോഴെങ്കിലും ഇത് തെറ്റിദ്ധാരണകളിൽ അധിഷ്ഠിതമാണ്. അസൂയ നിറഞ്ഞ വാക്കുകളിലേക്ക് അത് പലപ്പോഴും വഴി നടത്തുകയും ചെയ്യുന്നു എന്ന് നാം തിരിച്ചറിയണം. മൃദുവായ വാക്ക്, കഠിന വാക്ക്, ഈ രണ്ട് വാക്കുകൾ ജ്ഞാനി നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള അനേകരെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് കഴിയണം. കുഞ്ഞുനാൾ മുതൽ നാം പരിചയപ്പെട്ട നമ്മുടെ ബന്ധുക്കളാകട്ടെ, നമ്മുടെ അധ്യാപകരാകട്ടെ, നമ്മുടെ സുഹൃത്തുക്കളാകട്ടെ, അവരുടെ വാക്കുകൾ മൃദുവായ വാക്കുകളായിരുന്നുവോ കഠിന വാക്കുകളായിരുന്നുവോ എന്ന് നാം ചോദിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം ഏതു തരത്തിലുള്ള വ്യക്തികളാണ് മൃദുവായ വാക്കുകൾ ഉപയോഗിച്ചത്, കഠിന വാക്കുകൾ ഉപയോഗിച്ചത്. ബന്ധങ്ങളിൽ ക്രോധവും കോപവും കഠിന വാക്കിനാലും മൃദുവായ വാക്കിനാലും എങ്ങനെ സ്വാധീനിക്കപ്പെട്ടു എന്ന് നമുക്കറിയാം. കോപത്തെ ഉദ്ദീപിപ്പിക്കുന്ന, കോപത്തെ ജ്വലിപ്പിക്കുന്ന, കനലെരിയിക്കുന്ന വാക്കുകൾ, വേദനിപ്പിക്കുന്ന വാക്കുകൾ, കണ്ണീരിന് കാരണമാകുന്ന വാക്കുകൾ, വ്യക്തിയുടെ അസ്തിത്വത്തെ അംഗീകരിക്കാത്ത വാക്കുകൾ, പരിഹാസത്തിൻ്റെ വാക്കുകൾ, ചാട്ടൊടിയായി മാറുന്ന വാക്കുകൾ,
വാക്കുകളുടെ ശക്തിയെക്കുറിച്ച് ജ്ഞാനി പറയുന്ന അനുഭവത്തിൻ്റെ അവഗാഹമായ ഒരനുഭവമാണ് ഇവിടെ. ഈ സാഹചര്യത്തിലാണ് സ്നേഹത്തിൽ ചാലിച്ച വാക്കുകളെക്കുറിച്ച് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടത്. മൃദുവായ ഉത്തരം എപ്പോഴും സ്നേഹസാന്ദ്രമായിരിക്കും. കഠിനമായ ഉത്തരം എപ്പോഴും സ്നേഹരഹിതമായിരിക്കും എന്നും ഇത്തരണത്തിൽ നാം ഓർക്കേണ്ടത് അനിവാര്യമാണ്. വാക്കുകൾക്ക് കോപത്തെ ജ്വലിപ്പിക്കുവാനും കോപത്തെ ശാന്തമാക്കുവാനും കഴിയുമെങ്കിൽ നമ്മുടെ വാക്കുകൾ എങ്ങനെയുള്ളതായിരിക്കണം? അതാണ് ജ്ഞാനി തലമുറകളെ പഠിപ്പിക്കുവാനായി ശ്രമിക്കുന്നത്. ചിന്തിച്ച് ഉപയോഗിക്കുന്ന വാക്കുകൾ, പ്രധാനമായി ജ്ഞാനി പറഞ്ഞുദ്ദേശിക്കുന്നത് കോപം ഉണ്ടാക്കുന്നവയാകരുത്, കോപം ശമിപ്പിക്കുന്നവയാകണം. അതിന് നമ്മുടെ വാക്കുകൾ സാന്ത്വന വാക്കുകളാകണം, ശാന്തിയുടെ വാക്കുകളാകണം, സമാധാനത്തിൻ്റെ വാക്കുകളാകണം. ശാന്തിയുടെ വാക്കുകൾ എപ്പോഴും മൃദുവായതാണ്. അത് ന്യായത്തിൻ്റെ പക്ഷം നിൽക്കുന്നതാണ്. അത് സ്നേഹത്തിൽ ചാലിച്ചതാണ്. അത് സമാധാന പ്രിയത ഉള്ളതാണ്. കഠിന വാക്കുകളാകട്ടെ മറുവശത്ത് അത് പരിഹാസത്തിൻ്റെ വാക്കുകളാണ്. അത് വിരൽ ചൂണ്ടലിൻ്റെ വാക്കുകളാണ്. അത് കുറ്റപ്പെടുത്തലിൻ്റെ വാക്കുകളാണ്. അത് ചെറുതാക്കലിൻ്റെ വാക്കുകളാണ്. അവരെൻ്റെ അസ്തിത്വത്തെ അംഗീകരിക്കാത്ത വാക്കുകളാണ്. കൊച്ചാക്കലിൻ്റെ വാക്കുകളാണ്. കഠിനവാക്കും മൃദുവായ വാക്കും നമ്മുടെ മുന്നിൽ തിരഞ്ഞെടുപ്പുകളായി ഉണ്ടാകുമ്പോൾ കഠിന വാക്കുകളെ മാറ്റി നിർത്തി മൃദുവായ വാക്കിനെ സ്വീകരിപ്പാനായി നമുക്ക് ശക്തി പകരുന്നത് ഈ തിരഞ്ഞെടുപ്പാകണം. കഠിന വാക്കുപോലെ തന്നെ കോപത്തെ ഉദ്ദീപിപ്പിക്കുന്ന അനുഭവം പരിഹാസമാണെന്ന് പറയുമ്പോൾ മൃദുവായ വാക്കുപോലെ കോപത്തെ ശാന്തമാക്കുന്നത് പ്രോത്സാഹന വാക്കുകളാണ്, ഉത്സാഹപ്പെടുത്തുന്ന വാക്കുകളാണ്. അനേകരുടെ ജീവിതത്തിൽ അവരെത്തേണ്ടുന്ന സ്ഥലത്ത് എത്താതിരിക്കുവാൻ കാരണം അവരുടെ ജീവിതത്തിൽ ആവശ്യമായ പ്രോത്സാഹനം നൽകുവാൻ ആരും അവർക്ക് ഇല്ലാതെ പോയത് കൊണ്ടാകാം. കഠിന വാക്ക് നിരുത്സാഹപ്പെടുത്തലിൻ്റെ വാക്കുകളാകുമ്പോൾ മൃദുവായ വാക്ക് പ്രോത്സാഹനത്തിൻ്റെ അനുഭവമായി തീരുന്നതായി നമുക്കറിയാം. വിമർശനങ്ങൾ ഒരു വശത്ത് ഹൃദയങ്ങളിൽ മുറിവുകൾ ഏൽപ്പിക്കുമ്പോൾ സാന്ത്വനത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും പ്രോത്സാഹനത്തിൻ്റെയും വാക്കുകൾ മറുവശത്ത് സാന്ത്വനത്തിൻ്റെ സ്പർശമായി മാറുന്നത് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും. തടവറകളിൽ ആയിപ്പോയ വ്യക്തികളുമായി ഇടപെടുമ്പോൾ അവരോട് ഇടപെടുന്നവരെക്കുറിച്ച് പറയുന്നത് നാം കേട്ടിട്ടുള്ളതാണ്. അവിടെയുള്ള ഉദ്യോഗസ്ഥർ എത്ര കഠിനമായി എന്നോട് ഇടപെട്ടുവെന്നും മറ്റു ചിലർ എത്ര ശാന്തമായി എന്നോട് ഇടപെട്ടും എന്ന് അവർ പറയുമ്പോൾ കൂടെ ഉണ്ടായിരുന്നവർ എത്ര കഠിനമായി ഇടപെട്ടു എന്നും എത്ര ശാന്തമായി ഇടപെട്ടു എന്ന് പറയുമ്പോഴും ആ കഠിനവാക്കും ശാന്തവാക്കും എത്രമാത്രം ജീവിതങ്ങളിൽ പ്രധാനപ്പെട്ടതാണെന്നും ജീവിതങ്ങളെ ശക്തിപ്പെടുത്തുന്നതാണെന്നും ജീവിതങ്ങളെ തളർത്തുന്നതും തകർക്കുന്നതുമാണെന്നും നമുക്ക് ഓർത്തെടുക്കുവാനായിട്ട് കഴിയും. നമ്മുടെ അധ്യാപകരെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ചില അധ്യാപകർ ഇന്നും നമ്മുടെ മനസ്സുകളിൽ ജീവിക്കുവാൻ കാരണം എന്താണ്? അവർ മൃദുവായ വാക്കുകളാൽ നമ്മെ ആശ്വസിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തവരാണ്. ചില അധ്യാപകരെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഇന്നും നാം വേദനയോടെ മാത്രം അവരെ ഓർക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ ഉപയോഗിച്ച കഠിന വാക്കുകൾ, ആ വാക്കുകൾ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാക്കിയ മുറിവുകൾ ഇന്നും മാറാത്ത മുറിവുകളായി അവശേഷിക്കുന്നത് കൊണ്ടാണ് എന്ന് നാം തിരിച്ചറിയണം. വിമർശന വാക്കുകൾ ഈ സാഹചര്യത്തോട് ചേർത്ത് നാം ചിന്തിക്കുമ്പോഴാണ് ഈ സദൃശവാക്യത്തിൻ്റെ അവഗാഹമായ അർത്ഥതലങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നത്. വാക്കുകൾ നിഷ്കളങ്കത നിറഞ്ഞ വാക്കുകളാകാം. പക്ഷെ പലപ്പോഴും വാക്കുകൾ കോപം സൃഷ്ടിക്കുന്ന വാക്കുകളാകാം, കോപത്തിന് കാരണമാകുന്ന വാക്കുകളാകാം,
കോപത്തെ ഉയർത്തുന്ന, കോപത്തെ വളർത്തുന്ന, ആളിപ്പടർത്തുന്ന വാക്കുകളാകാം. കലാപങ്ങൾ പലപ്പോഴും സൃഷ്ടിക്കപ്പെടുന്നത് വാക്കുകളിലൂടെയാണ്. യുദ്ധങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് വാക്കുകളിലൂടെയാണ്. യുദ്ധങ്ങൾ അവസാനിക്കുന്നതും കലാപങ്ങൾ അവസാനിക്കുന്നതും വാക്കുകളിലൂടെയാണ്. വെള്ള നിറം കൊണ്ട് പ്രതീകാത്മകമായി നാം പറയുന്ന ശാന്തി വാക്കുകളാൽ സൃഷ്ടിക്കപ്പെടുന്നത് പോലെ തന്നെ ചുവപ്പിനാൽ നാം കാണുന്ന രക്തച്ചൊരിച്ചിലും വാക്കിനാൽ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. വാക്കുകൾ പ്രകോപിപ്പിക്കുവാൻ കഴിയുന്നവയാണ്. വാക്കുകൾ പ്രലോഭനങ്ങളെയും പ്രകോപനങ്ങളെയും ശാന്തമാക്കുവാൻ കഴിയുന്നവയാണ് എന്ന് നാം ഓർമ്മപ്പെടുത്തപ്പെടുന്നത്. ഞാനീ അതുകൊണ്ട് തന്നെ പറയുവാൻ ശ്രമിക്കുന്ന അവഗാഹമായ അനവധി കാര്യങ്ങൾ സദൃശവാക്യം 15-ാം അധ്യായത്തിൻ്റെ പ്രത്യേകതയാണ്. അതിൽ പറഞ്ഞാരംഭിക്കുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. നമ്മുടെ ഉത്തരങ്ങൾ, നമ്മുടെ വാക്കുകൾ 2 തരത്തിലുള്ളത് അടിസ്ഥാനപരമായി. ഒന്നുകിൽ അത് മൃദുവായ ഉത്തരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അത് കഠിന വാക്കുകളായിരിക്കാം. മൃദുവായ ഉത്തരങ്ങൾ എവിടെ നാം ഉപയോഗിക്കുന്നുവോ അവിടെ ഏത് കോപവും ക്രോധവും നിറഞ്ഞ സാഹചര്യത്തിൽ നാം ആയിരിക്കുന്നുവോ ആ കോപത്തെയും ക്രോധത്തെയും ആശ്വസിപ്പിക്കുവാൻ, സാന്ത്വനിപ്പിക്കുവാൻ, ശമിപ്പിക്കുവാൻ അവയ്ക്ക് കഴിയുന്നു. മൃദുവായ ഉത്തരമെന്ന് പറയുന്നതിൻ്റെ മറുവശം കഠിന വാക്കുകളാണ്. കഠിന വാക്കുകൾ എപ്പോഴും കോപത്തെ ജ്വലിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് അനവധി നാശങ്ങളിലേക്ക്, അനവധി പ്രതിസന്ധികളിലേക്ക്, പ്രയാസങ്ങളിലേക്ക് വഴി നടത്തുകയും ചെയ്യും. സദൃശവാക്യങ്ങൾ 15-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം അതുകൊണ്ട് 2 പ്രധാനപ്പെട്ട ആശയങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ഒന്ന്, ഉത്തരങ്ങളെക്കുറിച്ച്, വാക്കുകളെക്കുറിച്ച്. 2, കോപത്തെക്കുറിച്ച്, ജ്വലിക്കുന്ന കോപവും ശാന്തമാക്കുന്ന കോപവും. നമ്മുടെ വാക്കുകൾ, നാം ഉപയോഗിക്കുന്ന വാക്കുകൾ എപ്രകാരമുള്ളതായിരിക്കണമെന്ന് ആഴമായി ചിന്തിച്ച് തീരുമാനമെടുക്കുവാൻ ഈ സദൃശവാക്യം നമുക്ക് പ്രചോദനമേകണം. ഈ സദൃശവാക്യം ഒരിക്കൽ കൂടി വായിച്ച് നാം അവസാനിപ്പിക്കുമ്പോൾ, ദൈവമേ, ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ അത് കോപത്തെ ജ്വലിപ്പിക്കുന്നതാണോ ശാന്തമാക്കുന്നതാണോ? എൻ്റെ വാക്കുകൾ മൃദുവായ വാക്കുകളാണോ കഠിന വാക്കുകളാണോ എന്ന് സ്വയം ചോദിക്കുവാൻ, വിലയിരുത്തുവാൻ, അത് ഒരു ആത്മവിമർശനത്തിന് കാരണമായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കണം. സദൃശവാക്യങ്ങൾ 15-ന്റെ 1. മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, കഠിന വാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. ഈ സദൃശവാക്യത്തിൻ്റെ ആഴമായ അർത്ഥങ്ങളിലേക്ക് ഇനിയും ഊളിയിട്ടിറങ്ങുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെയും നിങ്ങളെയും ശക്തിപ്പെടുത്തട്ടെ. ആമേൻ.